നമ്മുടെ നഗരങ്ങൾ വളരുകയാണ്. ആകാശം മുട്ടുന്ന ഷോപ്പിംഗ് മാളുകളും മൾട്ടിപ്ലക്സുകളും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളും ഇന്ന് സൗകര്യങ്ങളുടെയും ആഡംബരത്തിൻ്റെയും ചിഹ്നങ്ങളാണ്. ഇവിടങ്ങളിലെല്ലാം ആയിരക്കണക്കിന് ആളുകളെ മിനിറ്റുകൾക്കുള്ളിൽ മുകളിലേക്കും താഴേക്കും എത്തിക്കുന്ന അത്യാധുനിക ലിഫ്റ്റുകളുണ്ട്. എന്നാൽ ആ ചില്ലുകൂട്ടിലെ ഒരു കോണിൽ ദിവസത്തിൽ 8 മുതൽ 12 മണിക്കൂർ വരെ അടച്ചിട്ടിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, ലിഫ്റ്റ് ഓപ്പറേറ്റർ. യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലത്ത് സ്വയം പ്രവർത്തിക്കുന്ന ഓട്ടോമാറ്റിക് ലിഫ്റ്റുകൾക്ക് എന്തിനാണ് ഒരു ഓപ്പറേറ്റർ? ആളുകളെ നിയന്ത്രിക്കാനും തിരക്ക് കുറയ്ക്കാനും കുട്ടികളും പ്രായമായവരും സുരക്ഷിതമായി കയറുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും മാൾ മാനേജ്മെൻറ്റുകൾ ഇവരെ ഒരു തടസ്സമില്ലാത്ത സേവനത്തിനായി ഉപയോഗിക്കുന്നു. എന്നാൽ ആ സേവനത്തിന് പിന്നിൽ ഇവർ നൽകുന്ന വലിയൊരു ശാരീരിക മാനസിക വിലയുണ്ട്. ഞാൻ ഇനി പറയുന്നത് ആ അദൃശ്യ മനുഷ്യരുടെ അറിയപ്പെടാത്ത ജീവിതത്തെക്കുറിച്ചാണ്. മണിക്കൂറുകളോളം സൂര്യപ്രകാശം പോലും ഏൽക്കാതെ ലിഫ്റ്റിലെ പരിമിതമായ സ്ഥലത്ത് ആളുകൾക്കിടയിൽ ജീവിക്കുന്ന ലിഫ്റ്റ് ഓപ്പറേറ്റർമാർക്ക് നിരവധി ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. അതിലൊന്നാണ് DVT അഥവാ ഡീപ്പ് വെയിൻ ത്രോംബോസിസ്, നാഡീവ്യൂഹ പ്രശ്നങ്ങൾ. ഇടുങ്ങിയ സ്ഥലത്ത് കാൽമുട്ടുകൾ മടക്കി മണിക്കൂറുകളോളം ഒരേ ഇരിപ്പിരിക്കുന്നത് കാലുകളിലെ രക്തയോട്ടം കുറയ്ക്കുന്നു. ഇത് കാലുകളിൽ രക്തം കട്ടപിടിക്കുന്ന DVT എന്ന ഗുരുതരമായ അവസ്ഥയിലേക്ക് അവരെ എത്തിക്കാം. ഇതിനു പുറമെ നടുവേദനയും കഴുത്തുവേദനയും ഇവരുടെ കൂടപ്പിറപ്പാണ്. രണ്ടാമത്തേത് കൃത്രിമ അന്തരീക്ഷവും കാഴ്ച മങ്ങലുമാണ്. സൂര്യപ്രകാശം ഒട്ടും ലഭിക്കാത്ത എയർ കണ്ടീഷണറുകൾ വലിച്ചെടുക്കുന്ന വായുവിൽ മാത്രം ശ്വസിക്കുക, മണിക്കൂറുകളോളം ലിഫ്റ്റിൻ്റെ കൃത്രിമ LED വെളിച്ചത്തിൽ മാത്രം ഇരിക്കുക എന്നിവ ഇവരുടെ കാഴ്ചശക്തിയെയും ശ്വാസകോശ ആരോഗ്യത്തെയും വൻതോതിൽ ബാധിക്കുന്നു. മൂന്നാമത്തെ പ്രശ്നം മൂത്ര തടസ്സവും വൃക്കരോഗങ്ങളുമാണ്. ലിഫ്റ്റ് ഓപ്പറേറ്റർമാരിൽ സർവ്വസാധാരണമാണിത്. ഇതാണ് ഏറ്റവും ദയനീയമായ അവസ്ഥ. പകരക്കാരൻ വരാതെ ഇവർക്ക് സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയില്ല. പലപ്പോഴും ബാത്റൂമിൽ പോകാൻ പോലും അനുവാദമില്ലാതെ മണിക്കൂറുകളോളം മൂത്രം പിടിച്ചു വയ്ക്കേണ്ടി വരുന്നു. ഇത് മൂത്രശങ്കയ്ക്കും, അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനും വൃക്ക സംബന്ധമായ രോഗങ്ങൾക്കും കാരണമാകുന്നു. നാലാമത്തേത് മാനസിക പ്രയാസങ്ങളും സാമൂഹിക അവഗണനയുമാണ്. കാറ്റും വെളിച്ചവുമില്ലാത്ത, യാതൊരു മനുഷ്യബന്ധവുമില്ലാത്ത ഇടുങ്ങിയ പെട്ടിയിലടച്ച് മണിക്കൂറുകളോളം കഴിയുന്നത് ഒരു മനുഷ്യൻ്റെ മാനസിക നിലയെ തെറ്റിക്കും. ഇത് നിശബ്ദമായ വിഷാദത്തിലേക്കും മാനസിക പിരിമുറുക്കത്തിലേക്കും നയിക്കുന്നു. നമ്മളിൽ എത്ര പേർ ലിഫ്റ്റിൽ കയറുമ്പോൾ ഓപ്പറേറ്ററോട് ഒരു ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഒരു താങ്ക്സ് പറയാറുണ്ട്? അവർ നമ്മെ സംബന്ധിച്ച് കേവലം ലിഫ്റ്റിൻ്റെ സ്വിച്ച് അമർത്തുന്ന ഒരു മെഷീൻ മാത്രമാണ്. ഈ സാമൂഹിക അവഗണന ഇവർക്ക് വലിയ രീതിയിലുള്ള അപകർഷതാബോധവും മാനസികാഘാതവും ഉണ്ടാക്കുന്നു. ലിഫ്റ്റ് ബ്ലോക്കായാലോ ആൾക്കാരുടെ തിരക്ക് കാരണം വാതിൽ അടയാതിരുന്നാലോ സന്ദർശകർ തട്ടിക്കയറുന്നത് ഈ പാവം ഓപ്പറേറ്ററോടാണ്. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദവും യാത്രക്കാരുടെ ദേഷ്യവും ഒരുപോലെ സഹിക്കേണ്ടി വരുന്നത് ഇവരാണ്. ഭൂരിഭാഗം ആളുകളും ലിഫ്റ്റ് ഓപ്പറേറ്റർമാരെ നേരിട്ട് ജോലിക്കെടുക്കാറില്ല. പുറം കരാർ ഏജൻസികൾ വഴിയാണ് നിയമനം. ഏജൻസികൾ വലിയ തുക മാളുകളിൽ നിന്ന് വാങ്ങുമെങ്കിലും ജീവനക്കാർക്ക് നൽകുന്നത് കേവലം 8,000 മുതൽ 12,000 രൂപ വരെയുള്ള തുച്ഛമായ വേതനം മാത്രമാണ്. ഇന്ത്യയിലെ തൊഴിൽ നിയമപ്രകാരമുള്ള മിനിമം വേതനം പലപ്പോഴും ഇവർക്ക് ലഭിക്കാറില്ല. ആവശ്യത്തിന് വിശ്രമമില്ല. 8 മണിക്കൂർ ജോലിയിൽ കൃത്യമായ ഇടവേളകളോ ആഴ്ചയിലൊരിക്കൽ ശമ്പളത്തോടു കൂടിയ അവധിയോ ഇവർക്ക് നിഷേധിക്കപ്പെടുന്നു. പല ഏജൻസികളും അടിസ്ഥാനപരമായ ആരോഗ്യ ഇൻഷുറൻസോ ESI ആനുകൂല്യങ്ങളോ ജീവനക്കാർക്ക് നൽകുന്നില്ല. ഇതിനൊരു മാറ്റം അനിവാര്യമാണ്. അതിന് തൊഴിലുടമകൾ തന്നെ പരിഹാരം കാണണം. 2 മണിക്കൂറിൽ കൂടുതൽ തുടർച്ചയായി ഒരാളെ ലിഫ്റ്റ് ഡ്യൂട്ടിയിൽ നിർത്തരുത്. അവരെ മറ്റ് തുറസായ മേഖലകളിലെ ഡ്യൂട്ടിയിലേക്ക് മാറ്റണം. ഓപ്പറേറ്റർക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോകാനും വെള്ളം കുടിക്കാനുമുള്ള സമയവും ഉറപ്പാക്കാൻ ഓരോ ഷിഫ്റ്റിലും മതിയായ റിലീവർ ജീവനക്കാരെ നിയമിക്കണം. കച്ചവട സ്ഥാപനങ്ങളിലും മാളുകളിലും തൊഴിൽ വകുപ്പ് കൃത്യമായ പരിശോധനകൾ നടത്തുകയും ഇവർക്ക് മിനിമം വേതനവും ESI ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം. മാറ്റം നമ്മളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ലിഫ്റ്റിൽ കയറുമ്പോൾ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക, നന്ദി പറയുക. ആ ഒരു ചെറിയ പരിഗണന അവർക്ക് നൽകുന്ന മാനസിക സന്തോഷം ചെറുതായിരിക്കില്ല. ചില്ലുകൂടുകൾക്ക് പുറത്തു നമ്മൾ കാണുന്ന തിളക്കത്തേക്കാൾ വലുതാണ് അതിനുള്ളിൽ കഴിയുന്ന മനുഷ്യരുടെ കണ്ണീർ. അടുത്ത തവണ നിങ്ങളൊരു മാളിലോ ആശുപത്രിയിലോ ലിഫ്റ്റ് ഉപയോഗിക്കുമ്പോൾ ആ കോണിലിരിക്കുന്ന വ്യക്തിയെ ഒരു മനുഷ്യനായി കാണാൻ മറക്കരുത്.